എക്സിറ്റ് പോളൊക്കെ അവിടെ നിൽക്കട്ടെ, ചിലപ്പോൾ തെറ്റും ചിലപ്പോൾ ശരിയാകും. അതൊന്നുമല്ല കാര്യം. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, കർണാടക, ഹരിയാന രാജ്യം ആര് ഭരിക്കണമെന്ന് ഈ 5 സംസ്ഥാനങ്ങൾ തീരുമാനിക്കും. എന്തുകൊണ്ട്? ഗുജറാത്തിൽ BJPക്ക് ഒന്നും സംഭവിക്കാനില്ല. 2019 ആകെയുള്ള 26-ൽ 26 BJP തൂത്തുവാരി. ഇക്കുറിയും അത് ആവർത്തിക്കാനാണ് സാധ്യത. എന്നാൽ സീറ്റ് എണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് ഉറപ്പിച്ചു പറയാനാകാത്ത ചില സംസ്ഥാനങ്ങളുണ്ട്. അതിലേറ്റവും നിർണായകമായ 5 സംസ്ഥാനങ്ങൾ: ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ, കർണാടക, ഹരിയാന. UPയിൽ ആകെയുള്ള 80-ൽ 2019 BJPക്ക് കിട്ടിയത് 62 സീറ്റ്. SP-ക്ക് 5, BSPക്ക് 10. കോൺഗ്രസ് ഒറ്റ സീറ്റിൽ ഒതുങ്ങി, റായ്ബറേലിയിൽ മാത്രം. എന്നാൽ ഇക്കുറി BJPയെ നേരിട്ടത് SP കോൺഗ്രസ് സഖ്യം. അഖിലേഷ് യാദവിന്റെ കരുത്തിൽ ഇന്ത്യ മുന്നണി കുതിച്ചു. BSP ആകട്ടെ അപ്രസക്തം. SP-യുടെ പിൻബലത്തിൽ ഇന്ത്യ മുന്നണി കൂടുതൽ സീറ്റുകൾ പിടിക്കുകയും BSPയുടെ വോട്ടുകൾ SP-യിലേക്ക് പോവുകയും ചെയ്താൽ BJPക്ക് ക്ഷീണമാകും. അങ്ങനെ സംഭവിച്ചാൽ 62-ൽ നിന്നും താഴോട്ട് പോകും. 80-ൽ എത്ര സീറ്റ് BJPക്ക്, എത്ര ഇന്ത്യ മുന്നണിക്ക് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഉത്തർപ്രദേശിൽ കാര്യങ്ങൾ. അതായത് രാജ്യത്ത് ആരധികാരത്തിൽ വരണം എന്ന് തീരുമാനിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള UPയിലെ വോട്ടെണ്ണൽ ഏറെ നിർണായകം. ഇനി മഹാരാഷ്ട്രയിലേക്ക് വരാം. UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റ് മഹാരാഷ്ട്രയിലാണ്, 48 സീറ്റ്. അതിൽ 2019-ൽ BJP ശിവസേന സഖ്യത്തിന് 41, BJPക്ക് 23, ശിവസേനയ്ക്ക് 18. ഇപ്പോൾ ശിവസേന 2ആയി. സ്വാഭാവികമായും വോട്ടുകൾ ഭിന്നിച്ചു പോകും. NCPയും പിളർന്നു. നിലവിൽ NDAയിൽ ഷിൻഡെ പക്ഷവും അജിത് പവാർ വിഭാഗവും, ഇന്ത്യ മുന്നണിയിൽ ഉദ്ധവ് വിഭാഗവും NCP ശരത് പവാർ പക്ഷവും. ആകെ അവിയൽ പരുവം. പുതിയ സാഹചര്യത്തിൽ ജനങ്ങൾ ഏത് സേനയ്ക്കൊപ്പമെന്നും NCPയിൽ ജനകീയ പിന്തുണ ഏത് വിഭാഗത്തിനെന്നും കണ്ടറിയണം. അതിനാൽ NDAയ്ക്കും ഇന്ത്യ സഖ്യത്തിനും മഹാരാഷ്ട്രയിൽ 48-ൽ എത്ര കിട്ടും എന്നത് നിർണായകം. ബീഹാറിലേക്ക് പോകാം. ആകെ 40 സീറ്റ്. 2019-ൽ NDAയ്ക്ക് 39, അതായത് BJP 17, JDU 16, LJSP 6, കോൺഗ്രസ് 1. പക്ഷേ 2024-ൽ സാഹചര്യം മാറി. അതിനിടയിൽ 2020-ൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തേജസ്വി യാദവിൻ്റെ മിടുക്കിൽ ഇന്ത്യ മുന്നണി ബീഹാറിൽ തകർപ്പൻ പ്രചാരണമാണ് നടത്തിയത്. നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയിൽ നിന്നും വേരടക്കം പിഴുത് NDAയിലേക്ക് കൊണ്ടുവന്നത് ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വോട്ടെണ്ണിത്തീരുമ്പോൾ കിട്ടും. അതിനാൽ തന്നെ ഇരു മുന്നണികൾക്കും ബീഹാർ നിർണായകം. കർണാടകത്തിൽ കടുപ്പമാണ് കാര്യങ്ങൾ. ആകെയുള്ള 28 സീറ്റിൽ 2019-ൽ NDAയ്ക്ക് 26 സീറ്റ് കിട്ടി, UPAയ്ക്ക് 2. എന്നാൽ ഇക്കുറി വീശിയടിച്ച തെലങ്കാനക്കാറ്റിൽ കോൺഗ്രസ് കർണാടകം പിടിച്ചപ്പോഴേ BJP അപകടം മണത്തു. വോട്ടെടുപ്പിൻ്റെ 1ാം ഘട്ടം കഴിഞ്ഞതും പ്രജ്വൽ രേവണ്ണ കേസ് തിരിച്ചടിയായി. അതിനാൽ എക്സിറ്റ് പോളിൽ പറയുന്നത് പോലല്ല, BJPക്ക് സീറ്റ് എണ്ണം കുറയാനാണ് സാധ്യത. കോൺഗ്രസ് നില മെച്ചപ്പെടുത്തിയേക്കും. 28-ൽ എത്ര NDAയ്ക്ക്, എത്ര ഇന്ത്യ സഖ്യത്തിന് എന്നത് പ്രവചനാതീതം. 5-ൽ അവസാനത്തേത് ഹരിയാന. 2014-ലും 2019-ലും 10-ൽ 10 സീറ്റും പിടിച്ചത് BJP. എന്നാൽ 2024-ൽ ഹരിയാന നിർണായകമാകുന്നത് BJPക്ക് എത്ര സീറ്റുകൾ വരെ നഷ്ടപ്പെട്ടേക്കാം എന്ന ചോദ്യം ഉയരുന്നതുകൊണ്ട്. പ്രാദേശിക തലത്തിൽ ഉയരുന്ന എതിർപ്പ്, കർഷകരോഷം, ഗുസ്തി താരങ്ങളോടുള്ള അതിക്രമം, ഈ 3 കാരണങ്ങൾ കൊണ്ട് BJP ഹരിയാനയിൽ തീർച്ചയായും തിരിച്ചടി ഭയക്കുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളും BJPക്ക് സീറ്റുകൾ നഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ട്. 10-ൽ BJPക്ക് എത്ര കുറഞ്ഞാലും അത് ഇന്ത്യ മുന്നണിക്ക് വലിയ നേട്ടമാകും എന്നുറപ്പ്. 5ഇടത്തും എത്ര സീറ്റ് NDAയ്ക്ക്, എത്ര ഇന്ത്യ സഖ്യത്തിന് എന്നത് അതീവ നിർണായകം. അടുത്ത 5 വർഷത്തേക്ക് ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഈ 5 സംസ്ഥാനങ്ങളിൽ ആര് മുന്നിൽ എന്നതിനെ ആശ്രയിച്ചിരിക്കും.